ഹായ് ഹലോ എല്ലാവരും സുഖമായിട്ട് സേഫായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നത്. ഇന്ന് ഈ തകൃതിയിൽ എന്തായാലും ഉണ്ടാക്കുന്നതെന്നാണ് നിങ്ങൾ ചിന്തിക്കുന്നത്. ഒന്ന് ഗ്രില്ലടിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഗ്രില്ലടിക്കാൻ മെയിൻ ഞങ്ങളുടെ മെബിച്ചിനാട്ടോ. അപ്പം ചിക്കനൊക്കെ നേരത്തെ വാങ്ങിച്ച് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഇടയ്ക്ക് കുഞ്ഞാപ്പും അച്ചാച്ചയൊക്കെ ഇതിലേക്ക് നടക്കുന്നുണ്ട്. അവൻ ഇടയ്ക്കിടയ്ക്ക് വന്ന് നോക്കുന്നുണ്ട് എന്താ ഉണ്ടാക്കുന്നതെന്ന്. അപ്പം നമ്മുടെ മെബിച്ചിന് അസിസ്റ്റൻ്റായിട്ട് നമ്മുടെ ഇങ്കിയും കൂടിയിട്ടുണ്ടേ. അപ്പോൾ അവൾക്ക് ഇങ്ങനെ കുക്ക് ചെയ്യാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ കുക്ക് ചെയ്യുന്ന കൂടെ ഇളക്കണം, അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ അവൾക്ക് ചെയ്യണം കേട്ടോ. ഇതിൻ്റെ ഇടയ്ക്ക് ഒരു വലിയ സംഭവം ഉണ്ടായി, അവിടെ കൈ പൊള്ളി കേട്ടോ. പക്ഷെ അവൾക്കതൊരു പ്രശ്നമല്ലായിരുന്നു. കുറച്ച് നേരം കരഞ്ഞു, പിന്നെ വലിയ സംഭവമൊന്നും ഉണ്ടായില്ല. നമ്മൾ തേനൊക്കെ തേച്ച് സെറ്റാക്കി എടുത്തിട്ടോ. അപ്പോൾ നമ്മുടെ ഗ്രില്ലടിക്കാനുള്ള സാധനങ്ങൾ ഇത് ഏതൊക്കെ എന്നതൊക്കെയെന്നൊന്നും എന്നോട് ചോദിക്കരുത്, കാരണം ഇതെനിക്കറിയത്തില്ല. മെബിച്ചാൻ യൂട്യൂബ് നോക്കി ചെയ്യുന്നു, ഞങ്ങൾ അതിൻ്റെ കൂടെ നിൽക്കുന്നു, അത്രേ ഉള്ളൂ കേട്ടോ. ഇത് ഗ്രില്ലടിക്കാൻ വേണ്ടി മെബിച്ചൻ ഉണ്ടാക്കിയൊരു സെറ്റപ്പാണേ. അപ്പോൾ ഇതിനകത്താകുമ്പോൾ പെട്ടെന്ന് എനിക്ക് തോന്നുന്നൊരു 10-15 മിനിറ്റ് കൊണ്ട് നമുക്ക് സാധനം കിട്ടും. ഒരുപാട് സമയമൊന്നും എടുക്കണ്ട. അപ്പം ഈ ചിരട്ടയൊക്കെ ഇട്ടിട്ട് ആദ്യം ഇത് കുറേ നാളായിട്ട് മഴ പെയ്തിങ്ങനെ ഇരിക്കുമായിരുന്നു. അപ്പോൾ അതൊന്ന് ചൂടാകാൻ വേണ്ടിയിട്ട് ആദ്യം ഒന്ന് ചിരട്ടയിട്ട് കത്തിച്ച കേട്ടോ. അപ്പം ഞാനും കുഞ്ഞാപ്പും കൂടി ഇങ്ങനെ വെറുതെ ജസ്റ്റ് പട്ടിഷോ അങ്ങനെ വേണേൽ പറയാം, ചുമ്മാ നിങ്ങളുടെ മുമ്പിൽ എന്തെങ്കിലുമൊക്കെ പറയണ്ടേന്ന് വിചാരിച്ച് ഞങ്ങൾ കുറേ ആക്ഷൻസും കാര്യങ്ങളാട്ടോ ഇപ്പം നിങ്ങളീ കണ്ടുകൊണ്ടിരിക്കുന്നത്. അത് കഴിഞ്ഞപ്പോഴത്തേക്കും എല്ലാവരും വൈകുന്നേരമായിട്ട് ഞങ്ങൾ ഗ്രില്ലടിക്കാം പെട്ടെന്നുള്ള തീരുമാനമായിരുന്നു. അങ്ങനെ പെട്ടെന്ന് ഞങ്ങൾ ആദ്യം ഇതൊന്ന് ചൂടാകാൻ വേണ്ടി കുറച്ച് ദിവസമായിട്ട് വെള്ളം കയറി അതിൻ്റെ അടിയിൽ മുഴുവൻ മണലാട്ടോ. അപ്പോൾ അതൊന്ന് ചൂടാകാൻ വേണ്ടിയിട്ടാട്ടോ ഞങ്ങൾ ചുമ്മാ ഒന്ന് തീ കത്തിച്ചാൽ. അപ്പോൾ ഏകദേശം നമ്മുടെ ഗ്രില്ല് അടിക്കാൻ വേണ്ടിയിട്ടുള്ള ഗ്രേവിയും കാര്യങ്ങളൊക്കെ സെറ്റായിട്ടുണ്ട്. ഇതിനകത്ത് പുതിനയില, നമ്മൾ സ്വാഭാവികമായിട്ട് എന്നൊക്കെ ഉണ്ട്, വെളുത്തുള്ളി, ജീരകമില്ല കേട്ടോ, വെളുത്തുള്ളി, ഇഞ്ചി, അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ, അറിയാമല്ലോ. ഞാൻ പറയാൻ നിങ്ങൾക്ക് അറിയാമായിരിക്കും, എനിക്കറിയാം നിങ്ങൾക്കറിയാമെന്ന്. അപ്പോൾ അതൊക്കെ ചേർത്ത് ഇതൊക്കെ യൂട്യൂബ് മാമൻറ്റ് വഴിയാട്ടോ ഞങ്ങൾ ഗ്രില്ലടിക്കുന്നത്, അതൊക്കെ ചെയ്യും. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെ വീട്ടിൽ മെയിനായിട്ട് എല്ലാ ഞായറാഴ്ചയും മിക്കപ്പോഴും എനിക്ക് തോന്നുന്നു മെബിച്ചിനാണ് ഇവിടെ കുക്ക് ചെയ്ത് തരുന്നത്. ഞങ്ങൾക്ക് സ്പെഷ്യലായിട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കിയൊക്കെ തരും. അപ്പം അതൊക്കെ ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ ഇത് കണ്ടോ എല്ലാം സെറ്റായിട്ടുണ്ട്. അതെല്ലാം കഴിഞ്ഞപ്പോൾ ഞങ്ങൾ കുടുംബസമേതം പുറത്തിരുന്ന് ഗ്രില്ലടിക്കാനുള്ള പരിപാടിയാണ് കേട്ടോ. അപ്പം ഞങ്ങളുടെ മെയിൻ ഷെഫും പിന്നെ ഷെഫിന് അസിസ്റ്റൻ്റായിട്ട് അമ്മയുണ്ട്, ഞാനുണ്ട്, ഇങ്കിയുണ്ട്, അങ്ങനെ എല്ലാവരും ഉണ്ട് കേട്ടോ. അപ്പം ഞങ്ങളെല്ലാവരും പെട്ടെന്ന് ഓരോരോ കാര്യങ്ങൾ ചെയ്യുവാണേ. നിങ്ങൾ കുറച്ച് മുമ്പ് കണ്ടത് അച്ചാച്ചയുടെ വക മയോണൈസ് ഉണ്ടാക്കലാട്ടോ. അപ്പോൾ എന്ന് ഗ്രില്ലടിച്ചാലും മയോണൈസ് അച്ചാച്ചയുടെ വകയായിരിക്കും. അപ്പോൾ ഏകദേശം ഗ്രില്ലടിക്കാൻ വേണ്ടിയിട്ട് എല്ലാ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് ഒറ്റയടിക്ക് തന്നെ ഏകദേശം എനിക്ക് തോന്നുന്നു 2 കിലോ ചിക്കൻ വെക്കാമെന്ന്. പിന്നെ കൂടെ കുഞ്ഞാപ്പ് ഞങ്ങളുടെ ഒപ്പം ഉണ്ട് കേട്ടോ, അവനിങ്ങനെ ഇരിപ്പുണ്ട്. അങ്ങനെ ഫൈനലി നമ്മൾ ഗുബൂസും നമ്മുടെ ഗ്രില്ല് ചിക്കനുമായി. പിന്നെ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. ടാറ്റാ ബൈ ബൈ. അടുത്ത വീഡിയോ ആയിട്ട് പിന്നെ കാണാം.